വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുകയെന്ന് കരുതുന്നു കേട്ടോ. ഇന്ന് നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞത് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പോകുന്നതിൻ്റെ മുന്നുള്ള നമ്മുടെ കുഞ്ഞൊരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ്. എന്താ പറയുക, കുറച്ചൊക്കെ ഒന്ന് ലുക്കായിട്ട് പോകണമല്ലോ, അങ്ങനെയാണല്ലോ അല്ലേ. അപ്പോൾ വലിയ ഒരുക്കങ്ങളൊന്നുമില്ല, സ്കിൻ കെയർ ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിരുന്നു. അപ്പോൾ അതൊന്നും ഞാനിങ്ങനെ വ്യക്തമായിട്ടൊന്നും ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഒരുങ്ങിയിട്ട് പോവുകയാണ്. ഓഫീസിലേക്ക് പോകാന്ന് പറഞ്ഞാൽ പാതിൻ്റെ മോൾ ഇറങ്ങും കേട്ടോ, റെഡി ആയിട്ട് ഇറങ്ങും. കാരണം അവൾക്ക് പുറത്ത് പോകണം അത്ര ഇഷ്ടമാണ്. അപ്പോൾ ചൂടായത് കാരണം ഇപ്പോൾ വല്ലാണ്ട് നമ്മളാരും അങ്ങനെ പുറത്തിറങ്ങാറില്ല. അവൻ്റെ കൂടെ ഇറങ്ങുകയാണ് ആള്. ഞാൻ അപ്പോൾ താഴെ വരെ എന്നെ കൊണ്ടുവന്നാക്കി തരും. എന്നിട്ട് ആൾ മേലേക്ക് തന്നെ കയറിപ്പോകും. ഒരു സാധാ നോർമൽ, നല്ല ചൂടാണ്. കാരണം ഞാൻ നോർമൽ ഒരു ചുരിദാറാണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത്. പോകുമ്പോൾ ഒരു ചെറിയൊരു വിഷമൊക്കെയാണ്. കാരണം മക്കളിങ്ങനെ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു വിഷമം, അവരുടെ മുഖത്തൊക്കെ നോക്കുമ്പോൾ എല്ലാ അമ്മമാർക്കും അറിയാം, ജോലിക്ക് പോകണം മിക്ക അമ്മമാർക്കും അറിയാം. അവ മിക്ക പേര് ചോദിക്കുന്ന അവനെ വീട്ടിലിരുന്നൂടെ, വീട്ടിൽ പിന്നെ കഞ്ഞി കിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ജോലിക്ക് പോകുന്നത്. കാരണം കുറച്ച് കഷ്ടപ്പെട്ടാലല്ലേ നമുക്ക് മക്കളൊക്കെ നന്നായിട്ട് പഠിപ്പിക്കാനൊക്കെ കഴിയുള്ളൂ. മോളോടൊക്കെ യാത്ര പറഞ്ഞ് അങ്ങനെ നമ്മൾ കുടമൊക്കെ ചൂടിയിട്ട് പുറത്തിറങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഏകദേശമൊക്കെ തീരുമാനമായിരുന്നു. കാരണം നല്ല ചൂടായിരുന്നു, പതിവിൽ ചൂടാണ് ഇപ്പോൾ. ചൂടൊക്കെ അങ്ങനെ ഞങ്ങൾ നടന്നൊരു വഴി എത്തിയിട്ടുണ്ട്. 1 കിലോമീറ്റർ ഉണ്ട് ഞാൻ ഈ പോണ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ. അപ്പോൾ ഇവിടെ നടക്കാനുള്ള ദൂരമുള്ളൂ. പക്ഷെ ചൂടായതുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു റിസ്ക് ഉള്ളൊരു കാര്യമാണ് അല്ലേ. റിസ്ക് അല്ലേ. ഇവിടെ ഓരോരുത്തർ ചായ അടിക്കുന്നുണ്ട്. നമ്മൾക്ക് ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ പോകണം. ക്യാമറയിൽ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വെയിലുള്ളതായിട്ട് കാണില്ല, പക്ഷെ ഡയറക്റ്റ് നല്ല വെയിലാണ്. അത് കൊള്ളാനുള്ള ശേഷി വളരെ കുറവാണ്. സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ വെയിൽ കൊണ്ട് കണ്ണ് തുറക്കാനേ വയ്യ. കണ്ണൊക്കെ അടച്ചിട്ടാണ് ഇവിടെ പോകുന്നത്. എല്ലാ കടകളും ഓപ്പണൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളെത്താറായി. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. അപ്പോൾ എത്തിയിട്ട് ബാക്കി വീഡിയോസൊക്കെ ഞാൻ അവിടെ നിന്ന് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം. നമ്മളെ സമ്മർ ക്യാമ്പാണ്. ഇപ്പോൾ ഇവിടെ ഒരുപാട് പാരൻസ് വെക്കേഷനൊന്നും പോകാറില്ല. അപ്പോൾ ആ പോവാത്ത പാരൻസ് മക്കൾക്ക് ബോറടിക്കുന്നതിൽ സമ്മർ ക്യാമ്പിനൊക്കെ ചേർത്തി കൊടുക്കും. അങ്ങനെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കയറാണ്. അവിടെ എത്തിയപ്പോൾ ഭയങ്കര ഒരു സുഖം. ഇവിടെ ഒരുപാട് ഓഫീസ് ഉണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, ഒരുപാട് ഓഫീസുള്ള ഒരു ഏരിയയാണ്. നമുക്ക് 10th ഫ്ലോറിലാണ് പോകേണ്ടത്. യെസ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറയാം. ഇതാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവിടെ ഒരുപാട് കോഴ്സ് അവൈലബിൾ ആണ്. ഖുർആൻ ക്ലാസ് ഉണ്ട്, അറബിക് ക്ലാസ്, പിന്നെ അറബിക് സ്പീക്കിംഗ്, സമ്മർ ക്യാമ്പ് കോഴ്സസ് അവൈലബിൾ ആണ്. അത് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ക്ലാസ് റൂമിലുള്ള വ്യൂ ആണ് കേട്ടോ. നല്ല രസമുള്ള വ്യൂ ആണ്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് ഞാനൊരു വീഡിയോ ഒക്കെ എടുത്തത്. നല്ല അടിപൊളി വ്യൂ ആണ്. എഡ്യൂക്കേറ്റഡ് ആയ വ്യക്തികളാണ് അവിടെ അധ്യാപകരായിട്ടുള്ളത്. അപ്പോൾ ആരും അതിൽ ഒരു ടെൻഷനും വേണ്ട. പിന്നെ ഇതൊക്കെ നമ്മൾ സ്റ്റുഡൻസ് ആട്ടോ, നല്ല സ്റ്റുഡൻസാണ്. നല്ല അറബിക് സ്റ്റുഡൻസ്, പാകിസ്ഥാനി, നല്ല അടിപൊളിയായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്യാം നമുക്ക് ക്ലാസ്സൊക്കെ. എൻ്റെ മക്കളാട്ടോ, നല്ല കുട്ടികളാണ്. ഒരു ക്ലാസ് റൂം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെയൊക്കെ പഠിക്കാൻ പോകുമ്പോൾ കേൾക്കാണ്ട് നല്ല അടിപൊളിയായിട്ട് പഠന അന്തരീക്ഷം വേണമെന്നുള്ള അതുപോലത്തെ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ ഉള്ളത്. നല്ല അടിപൊളി ക്ലാസ്സാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക, അടിപൊളിയാക്കുക. My dears, how is today class? Very good. Thank you so much. Okay. അപ്പോൾ നമ്മൾ വീടെത്താനായി. ഇനി കുറച്ചും കൂടെ നടക്കാനുള്ളൂ. നല്ല ചൂടാണ്, ഞാനത് പ്രത്യേകം പറയണ്ടല്ലോ. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്നാൽ പിന്നെ വല്ല കാറിനൊക്കെ പോയിക്കൊണ്ടത്. ആക്ച്വലി എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ കാറിന് പോയിട്ട് വരാൻ, ടാക്സിയൊക്കെ വിളിച്ചിട്ട് പോയി വരാനുള്ള ദൂരമല്ല. എന്നാൽ നമ്മളങ്ങനെ ടാക്സി വിളിച്ച് കഴിഞ്ഞാൽ ഒരു 12 ദിർഹമൊക്കെ കൊടുക്കണം. അപ്പോൾ വെറുതെ ആ 12 ദിർഹം കൊടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ പതുക്കെ നടക്കണത്. അപ്പോൾ ഇനി വീട്ടിലെത്തിയിട്ടുള്ള വിശേഷങ്ങൾ കാണണ്ടേ. ഞാൻ ഈ ജോലി കഴിഞ്ഞ് വന്നിട്ട് എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ എന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ. പുറത്തില്ല, കാരണം നല്ല ചൂടായത് കാരണം ഈ ടൈമിൽ ആരും അങ്ങനെ പുറത്തിറങ്ങില്ല.
നല്ല വെച്ചാൽ നല്ല ചൂടാണ്. 58 ഡിഗ്രിയാണ് ഇപ്പോൾ ഇവിടുത്തെ ചൂട് എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെയൊക്കെ സ്കൂൾ ബസ്സുകളൊക്കെ ഇവിടെയാണ് നിർത്തുക. ഇപ്പോൾ സ്കൂളൊക്കെ വെക്കേഷൻ ആണല്ലോ, അതുകൊണ്ട് എല്ലാ സ്കൂൾ ബസ്സുകളൊക്കെ ഇവിടെയാണ് നിർത്തുക. ഇവിടെയൊക്കെ ആയിട്ട് കുറേ സ്കൂൾ ബസ്സുകളൊക്കെ ഉണ്ട്. സൂര്യകുമാറിൻ്റെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ, കൊച്ചി എത്തി മക്കളെ, കൊച്ചി എത്തി എന്ന് പറഞ്ഞില്ല. കൊച്ചി എത്തിയിട്ടുണ്ട്. ഞാൻ ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. ഇനി വീട്ടിൽ പോയിട്ടൊന്ന് കിടന്നാൽ മതി എന്നേ ഉള്ളൂ. അപ്പോൾ വീട്ടിലത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ആദ്യം നമുക്കൊന്ന് നോക്കാം, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ നമ്മളെ വീടെത്തി. എന്താ സുഖം വീട്ടിൽ കയറിയപ്പോൾ.